പാടി നമ്മൾ ഈ ഭവനത്തിന് ചുറ്റും ഒരു തവണ വലം വെച്ച് ഇവിടെ വരും. അതിനുശേഷം നമ്മൾ ഓരോ മുറികളും പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിച്ചതിന് ശേഷം നമ്മൾ അവസാനം ഒരു ആശീർവാദം പറഞ്ഞതിന് ശേഷം നമ്മൾ ദേവാലയത്തിലേക്ക് പോയിട്ട് അവിടെ ബാക്കി കാര്യങ്ങൾ ആശംസകളൊക്കെ പറയാനുള്ള അവസരം അവിടെയാണ് എന്ന് സത്യമാണ് സ്വാസിക്കുന്നത്. പാഠങ്ങൾ വായിക്കാനായിട്ടുള്ള ഓരോരുത്തർ പാഠങ്ങൾ ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ്. ഇതിന് ശേഷം ഗീതം പാടി നമ്മൾ ഇവിടെ വേണ്ടി വരുന്നതാണ്. ഇവിടെയുള്ള ജോൺസൺ അച്ഛൻ ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല എന്ന് ഞങ്ങൾ വാഗ്ദത്തം ചെയ്യേണ്ട ദൈവമേ പരിശുദ്ധനായ കർത്താവേ, 30 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവെ ഈ ദേശത്തോട് കർത്താവ് മനസ്സരിഞ്ഞ് കർത്താവെ അംഗവീതങ്ങളായ മുഖാന്തരങ്ങൾ ഒരുക്കി കർത്താവെ ഈ ദേശത്ത് അങ്ങയുടെ സഭയെ സ്ഥാപിപ്പാൻ തൊക്കവണ്ണം കർത്താവെ അങ്ങ് തിരുവായന ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നട്ടതായ ഈ സഭ ഇതോളം കർത്താവെ അഭിവൃദ്ധിപ്പെടുവാൻ അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ ദൈവമേ സഭയ്ക്ക് അവിടെ ഇടയായി തീർന്നല്ലോ. അതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ കാലാകാലങ്ങളിൽ ഇവിടെ താമസിച്ചു എല്ലാ പ്രിയപ്പെട്ടകായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ സഭാമക്കൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദേശ നിവാസികൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ എല്ലാവർക്കും ഒരു മാതൃകയുള്ളതായ ഒരു സഭയായി ദൈവമേ ഈ സഭയെ നീ മാറ്റി തീർത്തവയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ അങ്ങയുടെ മക്കൾക്ക് താമസിച്ച് പ്രവർത്തിപ്പാനായിട്ട് കർത്താവെ നിന്റെ മക്കൾ അവിടുന്ന് പുതുക്കി പണിതതായിട്ടുള്ള ഈ ഭവനത്തിന്റെ ദൈവമേ അതിനെ പ്രതിഷ്ഠിക്കാൻ നിങ്ങൾ ഒരുങ്ങുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം കൃപ ഞങ്ങളുടെ കൂടെ ഇരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നേതൃത്വം കൊടുക്കുവാൻ അഭിവന്യ കർത്താവ് തിരുമേനിയെ കർത്താവെ ശുശ്രൂഷാടിയങ്ങളെ കർത്താവ് ജനങ്ങളെ ഞങ്ങൾ എല്ലാവരെയും അവിടെ ഒരുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് ദൈവങ്ങളുടെ നാമത്തിന്റെ മഹത്വത്തിനും ഞങ്ങളുടെ ഓരോരുത്തരും അനുഗ്രഹത്തിനും മുഖാന്തരമായി തീരുവാൻ കർത്താവ് സഹായിക്കാൻ അനുഗ്രഹിക്കണം. മഹത്വം കർത്താവ് എടുക്കണം. യേശു മെസ്സിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. ഗീതം 25. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ ആദിമനായി വന്ന ദൈവകുഞ്ഞാനെ, സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ, കരച്ചിൽ കരച്ചിൽ കരളറിഞ്ഞു കേൾക്കും കാതുള്ളോ, ലോക പാപ ചുമടിനെ ശിരസ്സു കൊണ്ടു ചുമന്നൊഴി പതിനു കുരിശെടുത്തു ഗോൽഗോഥായിൽ പോയോനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. വഴിയും സത്യവും ജീവനും വിമലേ, വഴിയും Hallelujah, പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. നിന്നാദ്യം
ജനിച്ചവൻ ഭൂമിരാജാക്കന്മാരെ ഭരിച്ചു നമ്മെ സ്നേഹിച്ചവൻ തിരുച്ചോരയിൽ കഴുകി നമ്മെയെല്ലാ ശുദ്ധി വിശ്വസ്ത സാക്ഷിയെ നിരച്ചു സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുവേ. യേശുനാമത്തിനു ജയം അല്ലലെല്ലാം അവൻ ഞങ്ങളെ കളയുമേ. യേശു രാജാവിനോ ശരണം വല്ലവനാമേശു നാഥന്മാരും സർവ വല്ലഭയേശുവേ വേഗം വരേണമേ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യരെ കുടുംബങ്ങളായി വസിക്കുമാറാക്കുന്ന നിത്യാദൈവമേ, ഈ വീടിന്റെ പണി പൂർത്തിയാക്കുവാനങ്ങൾ ലഭിച്ച എല്ലാ നന്മകൾക്കും നടത്തിപ്പുകൾക്കുമായി ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതിന് നിർമ്മാണ പ്രവർത്തനത്തിൽ സഹകരിക്കുകയും സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവർക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. ഇപ്പോൾ ഈ മിഷൻ വീടിന്റെ പ്രതിഷ്ഠ ശുശ്രൂഷയ്ക്കായി കൂടി വന്നിരിക്കുന്ന ഞങ്ങളുടെ മധ്യത്തിൽ കൃപയാൽ സന്നിഹിതനായിരിക്കുന്ന കർത്താവേ, ഈ വീടിനെ ശുദ്ധീകരിക്കുകയും ഈ വീടിന്റെ നാഥനായി എന്നും ഇതിൽ വസിക്കുകയും ചെയ്യണമെന്ന് നസറേത്തിലെ ഭവനത്തിന്റെ നാഥനായിരുന്ന യേശുമശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവത്തിൽ വന്ദിപിതാവായുള്ളവേ, ഈ കെട്ടിടം ദൈവത്തിന്റെ മഹത്വത്തിനായും കാലാകാലങ്ങളിൽ ചൂരക്കെട്ടിൽ ഹോളി ഇമ്മാനുവേൽ CSI സഭയിൽ പ്രവർത്തിക്കുവാൻ മഹാ ഇടവക നിയമിക്കുന്ന പ്രവർത്തകർക്ക് പാർക്കുന്നതിനായും ആകുന്നു പുതുക്കി പണിതിരിക്കുന്നത് എന്ന് ഉള്ളതിൻ്റെ ലക്ഷ്യമായി ഞാൻ ഈ സഭയുടെ നാമത്തിൽ ഈ കെട്ടിടത്തിന്റെ താക്കോലും പ്രതിഷ്ഠപത്രവും അങ്ങേ ഏൽപ്പിക്കുകയും ഈ കെട്ടിടം ശുശ്രൂഷകരുടെ താമസത്തിനായി പ്രതിഷ്ഠിക്കുന്നതിനും അങ്ങയോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രതിഷ്ഠിച്ച് വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പാടുന്ന പാട്ട് 263 വരികദാസൻ വീടിൽ എന്നുള്ള പാട്ടാണ്. അത് പാടിയാണ് നമ്മളകത്ത് കയറുന്നത് എന്ന് കൃത്യമായിട്ട് ഓർപ്പിക്കട്ടെ. ഞാൻ പാട്ട് പാടാമെന്ന് പറയുമ്പോൾ ഞാൻ പാടാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ചേർന്ന് പാടിയാൽ മതി. ഡിസ്ട്രിക്ട് ചെയ്തെങ്കിൽ 263. ഈ ഭവനത്തിനും ഇതിൽ പാർക്കുന്നവർക്കും പ്രവേശിക്കുന്നവർക്കും എന്നേക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനും കലാകാലങ്ങളെ ശുശ്രൂഷിക്കാട്ട് വരുന്ന പ്രിയ ശുശ്രൂഷകരുടെ താമസത്തിനും അധിവാസത്തിനുമായി ഈ ഭവനം നാം
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ദാസരിൻ വീണതിൽ മഹത്വദേവ ഇന്നേരത്ത് വരിക ദാസരിൻ വീണതിൽ അരുമയുള്ള നിന്നാനുഗ്രഹം വര അടിമകൾ നിരം തേടുന്നേ വരിക ദാസരിൻ വീണതിൽ മഹത്വദേവ ഇന്നേരത്ത് വരിക ദാസരിൻ വീണതിൽ ഏതോ നിന്നോടെ വീടാകുവാൻ ഇതിൽ നിൻ കീർത്തി പങ്കിടുവാൻ സ്തുതിയാപേക്ഷകൾ ദിനം പ്രതി ഇത് ശോഭയായി കഴിച്ചിടുവാൻ വരിക ദാസരിൻ വീണതിൽ മഹത്വദേവ ഇന്നേരത്ത് വരിക ദാസരിൻ വീണതിൽ ഇത് പരിശുദ്ധം കൂടുവാൻ ഇതിൽ നിൻ മക്കൾ വാണിടുവാൻ ഇത് സന്തോഷവും സമാധാനവും ഇതു മുതൽ വസിച്ചിടുവാൻ വരിക ദാസരിൻ വീണതിൽ മഹത്വദേവ ഇന്നേരത്ത് വരിക ദാസരിൻ വീണതിൽ തിരുകൃപ നിഴലാകുവാൻ തിരുസുതൻ കാവലാകുവാൻ തിരുസുതൻ തുണയാകുവാൻ കൂടെ തിരുശുദ്ധാത്മാവിടുവാൻ വരിക ദാസരിൻ വീണതിൽ മഹത്വദേവ ഇന്നേരത്ത് വരിക ദാസരിൻ വീണതിൽ. തൃത്വദൈവത്തെ നമുക്ക് സ്തുതിക്കാം. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയും സ്തോത്രവും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ സകല പ്രവർത്തനങ്ങൾ ആരംഭിച്ച് നടത്തി അവസാനിപ്പിച്ച് ഞങ്ങൾ നിന്റെ പരിശുദ്ധനാമത്തെ മഹത്വപ്പെടുത്തുവാനും ഒഴുതിന്റെ കരുണ കൊണ്ട് ജീവൻ ലഭിക്കുവാനും ഞങ്ങൾ ചെയ്തു നോക്കിയതിന് മഹാന്മുള്ള കൃപ കൊണ്ട് ഞങ്ങളെ മുമ്പിടുകയും എഴുതാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന്
കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സങ്കേതവും ബലവുമാകുന്ന കർത്താവേ, ഞങ്ങളുടെ ദൈനംദിന കർത്തവ്യങ്ങളിൽ അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഈ കുടുംബത്തിന്റെ നാഥനും ഈ ഭവനത്തിന്റെ രക്ഷകനുമായി അങ്ങയെ അംഗീകരിക്കുവാനും ഈ മിഷൻ വീടിൽ പാർക്കുന്ന അങ്ങയുടെ മക്കൾക്ക് നിരന്തരമായ ആശ്രയവും വിനയവും വിശ്വസ്തയും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സങ്കീർത്തനവും വേദഭാഗങ്ങളും ഇപ്പോൾ വായിച്ചു കേൾക്കാം. ശുശ്രൂഷയ്ക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സങ്കീർത്തന വേദഭാഗം സങ്കീർത്തനം 121. സങ്കീർത്തനം 121. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. വായിക്കുവാനായി നൽകിയിരിക്കുന്ന ലേഖന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4 തുടങ്ങി 9 വരെയുള്ള വാക്യങ്ങളെ ശ്രദ്ധിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അധ്യായം 4 തുടങ്ങി 9 വരെയുള്ള വാക്യം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കിൽ കാക്കും. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായത് ഒക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ിച്ചിരുന്ന ഈ ലേഖന വേദഭാഗത്തോട് വായിച്ച് അവസാനിച്ചു. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 25 മുതൽ 33 വരെയുള്ള ദൈവവചനം കേൾപ്പീൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 25-ാം വാക്യം മുതൽ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തു ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് 1 മുഴം കൂട്ടുവാൻ നിങ്ങൾ ആർക്ക് കഴിയും? ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നിൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്തു തിന്നും എന്തു കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവർ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. നാം കേട്ടുള്ള കർത്താവിന്റെ എഴുതപ്പെട്ട സുവിശേഷം. ചേർന്നുള്ള അപ്പോസ്തലിക വിശ്വാസ പ്രമാണം
ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. ദൈവത്തോടും ദൈവമേ, നല്ല ദാനവും തിരിഞ്ഞവരൊക്കെ നിങ്ങൾ നിന്നല്ലോ വരുന്നത്. നിന്റെ മഹത്വത്തിന് നിന്റെ മക്കളുടെ അധിവാസനമായി ഈ ഭവനത്തിന്റെ പണി പൂർത്തിയാക്കുന്നതിന് നിങ്ങൾ ലഭിച്ച എല്ലാ നടത്തികൾക്കും നന്മകൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളുടെ അധ്വാനത്തെ കൈക്കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയും നിരൂപിക്കുകയും ചെയ്തതിനപ്പുറമായി ഈ ഭവനത്തെ ഇതിൽ പാർക്കുന്നവരെയും അനുഗ്രഹിച്ച് നിന്റെ മഹത്വത്തിനെ ഉപയോഗിക്കുവാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ ഏറ്റവും വിനയമായി അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അവിടുന്ന് വീട് പണിയാതിരുന്നാൽ പണി നിർവൃത അധ്വാനിക്കുന്നു. അവിടുന്ന് പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. ഈ മിഷൻ വീട് പുതുക്കി പണിയുന്നതിനായി ഈ സഭയ്ക്കും സഭാമക്കൾക്കും ഈ കുടുംബത്തിന് അവിടെ നൽകിയ അങ്ങയുടെ സഹായവും അനുഗ്രഹവും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവരുടെ മേലും ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന് സഹായിച്ച എല്ലാവരുടെ മേലും ഉണ്ടായിരുന്ന കർത്താവിന്റെ കരുതലിനായും സംരക്ഷണത്തിനായും ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. അങ്ങയോടെന്നും നന്ദിയുള്ളവരായിരിക്കാനും ഇനിയും സഹായിപ്പാൻ കർത്താവിന്റെ കരം ശക്തമാണെന്ന് ഉറപ്പുള്ളവരായിരിക്കാനും അവിടുത്തെ പൂർണ്ണഗതം നിറവേറ്റുവാൻ സദാ സന്നദ്ധരായിരിക്കാനും ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വീകരണ മുറിയായിട്ടും പ്രാർത്ഥനാ മുറിയായിട്ടും കുഞ്ഞുങ്ങൾക്ക് പഠനത്തിലുള്ള മുറിയായിട്ടും ഈ സ്ഥലം പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. വാഴ്ത്തപ്പെട്ട ദൈവമേ, സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് ശുഭവും മനോഹരവുമാവുന്നുവല്ലോ. ഈ സ്വീകരണ മുറിയിൽ വെച്ചുള്ള എല്ലാ സംഭാഷണങ്ങളും ഇടപാടുകളും അങ്ങേക്ക് മഹത്വം വരുന്നവയും പ്രസാദകരവുമായിരിക്കേണ്ടതിന് അതിഥികളെയും ആതിഥേയരെയും തിരുസാന്നിധ്യത്താൽ ശക്തീകരിക്കണമേ. അന്യോന്യമുള്ള വിശ്വസ്തതയിൽ നിലനിൽക്കുവാനും സ്നേഹബന്ധത്തിൽ വളരുവാനും കൂട്ടായ്മയിൽ ബലപ്പെടുവാനും പരസ്പരം അഭിവൃദ്ധിപ്പെടുത്തുവാനും അങ്ങയുടെ ദാസരെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ഞങ്ങളുടെ സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനും പരിപാലകനുമായ ദൈവമേ, ആരാധനയ്ക്കും പ്രാർത്ഥനയുമായുള്ള ഈ മുറിയിൽ അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ ദാസരെ രൂപാന്തരപ്പെടുത്തി അവർ പ്രാർത്ഥനയുടെ ദൈവസംസർഗം അനുഭവിക്കുവാനും പുതുശക്തി പ്രാപിക്കുവാനും സഹായിക്കണമേ. ആത്മാവിനും സത്യത്തിലും ഇവിടെ അർപ്പിക്കപ്പെടുന്ന ആരാധന കർത്താവെ അങ്ങേക്ക് പ്രസാദകരമായ യാഗമായി സ്വീകരിച്ച് ഇവിടെ ആരാധിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പഠനമുറിക്കായി നമ്മുടെ പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിന്റെയും ഒരിടമാകുന്ന നിത്യദൈവമേ, ഇവിടെ വായനയിലും പഠനത്തിലും ഏർപ്പെടുന്നവരെ സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് നയിക്കണമേ. പഠനത്തിന് ആവശ്യമായ ഉത്സാഹവും സ്ഥിരതയും നൽകി അവരെ അനുഗ്രഹിക്കണമേ. ദൈവിക മർമ്മങ്ങൾ ഇരിക്കുവാൻ അവർ മനസ്സിലെ പ്രകാശിപ്പിക്കണമേ. തങ്ങൾ നേടുന്ന പരിജ്ഞാനം മറ്റുള്ളവരുടെയും അഭിവൃദ്ധിക്കും നന്മയ്ക്കുമായി പ്രയോജനപ്പെടുത്തുവാൻ വിശാലമായ ദർശനവും വേഗവും നിന്റെ ദാസർക്ക് നൽകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ഞാൻ കീർത്തനങ്ങൾ 209 ഇന്നയോളം തുണച്ചോണ എന്നുള്ള കീർത്തനത്തിന്റെ ഓരോ ചരണങ്ങൾ പാടി ഓരോ മുറികൾ നാം പ്രതിഷ്ഠിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കിടപ്പുമുറി നാം പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ സാന്നിധ്യം ആശങ്കകൾ നിർത്തുന്നതിനും ഹൃദയത്തിന് സമാധാനം നൽകുന്നതിനാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. തങ്ങളുടെ കിടക്കമേ ഹൃദയത്തെ ധ്യാനിച്ച് മൗനമായിരിക്കുവാനും സമാധാനത്തിൽ വിശ്രമിച്ച് പുതുശക്തിയും ചൈതന്യം പ്രാപിക്കുവാനും അങ്ങയുടെ മക്കളെ സഹായിക്കണമേ. അവർ ഉറങ്ങുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ എല്ലായ്പ്പോഴും തിരുസാന്നിധ്യം അവർക്കൊരു കോട്ടയായിരിക്കണമെന്ന് യേശുമിശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു.
നിൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കിടപ്പുമുറി നാം പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. ജീവന്റെയും ആരോഗ്യത്തിന്റെയും ദാതാവായ ദൈവമേ, അങ്ങയിൽ വിശ്രമിക്കുവാനും അങ്ങയിൽ നിന്ന് പുതുശക്തി പ്രാപിക്കുവാനും അങ്ങയുടെ മക്കൾക്ക് അങ്ങയിലുള്ള സ്ഥിരമായ ആശ്രയം നൽകണമേ. ഞങ്ങളുടെ കിടക്കയിൽ അങ്ങയെ ധ്യാനിച്ച് സ്വാതന്ത്ര്യവും സമാധാനവും അനുഭവിക്കുവാൻ നിന്നിൽ ഇവർ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കണമേ. രാത്രിയിൽ തങ്ങൾ തൃക്കയിൽ ഉറങ്ങുന്നുവെന്ന ബോധം അങ്ങയുടെ മക്കൾക്ക് നൽകണമേ. പുതിയ പ്രഭാതത്തിൽ നീതി സൂര്യന്റെ ശോഭകൾ കൊണ്ടുവന്നെഴുന്നേറ്റ് അങ്ങയെ സ്തുതിക്കുവാൻ കൃപ നൽകണമെന്ന് ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ സംഭരണമുറി നാം പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. എല്ലാ നല്ല ദാനങ്ങളുടെയും ദാതാവും അവയെ ഞങ്ങൾ കാലാകാലങ്ങളിൽ നൽകി തരുന്നതുമായ നല്ല കർത്താവേ, ഈ സംഭരണശാല നിത്യം അവിടുന്ന് മക്കൾക്ക് ആവശ്യമായ സാധനങ്ങൾ കൊണ്ട് നിറയുവാൻ അങ്ങയുടെ നന്മകളെ നിന്റെ മക്കൾക്ക് ധാരാളമായി നൽകുവാൻ ഇഷ്ടം തോന്നണമേ. അവയെ അങ്ങയുടെ മഹത്വത്തിനും തങ്ങളുടെയും മറ്റുള്ളവരുടെയും പ്രയോജനമായി ഉപയോഗിക്കാനും അങ്ങയുടെ മക്കളെ എല്ലാവരെയും സഹായിക്കണമെന്ന് ഞങ്ങളുടെ പരിപാലകനും രക്ഷിതാവുമായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഭക്ഷണമൊരുക്കുകയും വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. ദിനംതോറും ഞങ്ങൾക്ക് ആവശ്യമായ നന്മകൾ നൽകി തരുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, അവിടുത്തെ മക്കൾക്ക് അവിടെ നൽകുന്ന ആഹാര വിഭവങ്ങളെ എപ്പോഴും അവരുടെ ഉപകാരത്തിനായി അനുഗ്രഹിച്ച് കൊടുക്കണമേ. അവിടുന്ന് അവർക്ക് നൽകുന്ന എല്ലാ നന്മകൾക്കും നന്ദിയുള്ളവരായിരിക്കാൻ ഇവിടെ പാർക്കുന്ന എല്ലാ മക്കളെയും സഹായിക്കണമേ. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സഹായിപ്പാൻ അവർക്ക് ആഗ്രഹവും സന്തോഷ മനസ്സും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ അടുക്കള നാം പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിന്റെ ദാനത്തിനൊത്തോണം നിറവേറ്റി തരുന്ന ദൈവമേ, ഈ ഭവനത്തിലുള്ളവർക്ക് രുചികരമായ ആഹാരം പാകം ചെയ്യുവാൻ വേണ്ടി അധ്വാനിക്കുന്നവരുടെ അവരുടെ കൈകളെ നീ ശക്തീകരിക്കണമേ. ഭക്ഷണം നിന്റെ മക്കളുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുകയും മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുവാൻ നിന്നിലുള്ള ആശ്രയത്തോടും ഉത്സാഹത്തോടും ഇവിടെ ജോലി ചെയ്യുന്നവർ
പ്രവർത്തിക്കേണ്ടതിന് അവർക്ക് കൃപ നൽകണമേ. എല്ലാവിധമായ അപകടങ്ങളിൽ നിന്നും ഇവിടെ അധ്വാനിക്കുന്നവരെ കാത്തു പരിപാലിക്കുവാനും നിനക്ക് ഇഷ്ടമുണ്ടാകണമെന്ന് യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നു. ഇന്നുമെന്നും കൂടെയുള്ള വാക്കും തന്നാവിൽ നിന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കും തന്നാവിൽ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, നന്ദിയോടും സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ ഞങ്ങൾ അവിടുത്തെ തിരുമുഖത്തെ നോക്കുന്നു. അങ്ങേക്ക് മഹത്വം കരയറ്റുന്നു. കർത്താവെ, വളരെ നാള് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരം പല അവസരങ്ങളിൽ കർത്താവെ ഇവിടെ വരുന്ന ശുശ്രൂഷകർക്ക് മിഷണറിമാർക്ക് സഭാ ശുശ്രൂഷ താമസിപ്പാനുള്ള ഇടം, ഭക്ഷണം പാകാനുള്ള ഈ ഇടം ഞങ്ങൾ ഞങ്ങളുടെ തന്നെ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ ഈ അടുത്ത കാലത്ത് ഇത് വളരെ ഭംഗിയായിട്ട് പുനരുദ്ധാരണ പണികൾ ചെയ്യാൻ പൂർത്തീകരിക്കാൻ ഞങ്ങൾ സഹായിച്ചു. വീണ്ടും അവിടുത്തെ സഹായത്തിനായി ഞങ്ങൾ അങ്ങനെ തിരുമത്തേക്കുന്നു. പ്രത്യേകിച്ച് അടുക്കളയിൽ ഇവിടെ ജോലി ചെയ്യുന്ന മക്കളെയും അവിടുത്തെ കണ്ണിൽ തരുന്നു. ഇപ്പോഴും വരുന്ന കാലങ്ങളിൽ ഇവിടെ താമസിക്കുകയും ജോലി ചെയ്യുന്ന മക്കളെ പേരുവരായി പ്രത്യേകിച്ച് ഇവിടെ മക്കൾ അധ്വാനിക്കുമ്പോൾ ഞങ്ങളുടെ കൃപാകടാക്ഷങ്ങളും അനുഗ്രഹങ്ങളും കാവലും ഉണ്ടായിരിക്കണം പ്രാർത്ഥിക്കും. ഈ ലോകം ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ഭൗതിക ശരീരത്തിന് ഈ ലോക ഭക്ഷണങ്ങൾ വളരെ ആവശ്യമാണ്. അത് ഏറ്റവും രുചികരമായി പാകം ചെയ്ത് നൽകുവാൻ, സന്തോഷത്തോടെ പാകം ചെയ്ത് നൽകുവാൻ ഇവിടെ ജോലി ചെയ്യുന്ന മക്കളെ അവിടെ സഹായിക്കും. അവരെ സകലവിധമായ ആപത്ത് അനർത്ഥങ്ങൾ മറ്റുള്ള പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളും രക്ഷിക്കണം എന്നും പ്രാർത്ഥിക്കും. അതുപോലെ കുറവും കൂടാതെ നമുക്ക് അനുഗ്രഹിക്കണം. കർത്താവെ, പ്രത്യേകിച്ച് ഇവിടെ ജോലി ചെയ്യുന്ന കൊച്ചമ്മമാരും അവരെ സഹായിക്കുന്ന മറ്റ് സഹായികളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. എല്ലാവരും അനുഗ്രഹിക്കണം. കർത്താവെ, ഇവിടുന്ന് രുചികരമായ ഭക്ഷണം കഴിച്ച് ഞങ്ങളുടെ ഭൗതിക ശരീരം ശക്തി പ്രാപിച്ച് അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളും കർത്താവെ ഉത്തരവാദിത്തങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യുവാനുള്ള ആത്മീക ശുശ്രൂഷക്കാരോട് ഉത്സാഹത്തോടെ പുറപ്പെട്ടു പോകാൻ നമുക്ക് പ്രാപ്തരാക്കണം. അനുഗ്രഹിക്കണമേ കർത്താവെ, കൃപ ചെയ്യണമേ. മഹത്വം അങ്ങ് മാത്രമേ യേശുനാഥ് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നിത്യജീവമണികൾ നിന്നിരുന്നു പരനേ, നിന്നെ വിട്ടിട്ടാടിയെന്നു പോയി വസിക്കും. നിന്നെ വിട്ടിട്ടാടിയെന്നു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. അവിടുത്തെ കാര്യങ്ങൾ സമയത്ത് പ്രാർത്ഥിക്കുന്നു. സഹായിക്കുന്നവരോട് പ്രാർത്ഥിക്കുന്നു. കമ്മിറ്റികളെ, കൈക്കാരന്മാരെ, സഭാമക്കൾ എല്ലാവരോട് പ്രാർത്ഥിക്കേണ്ടതാണ്. എനിക്ക് പ്രവചിക്കണം. മൗത്തും മാത്രം യേശുനാഥ് പ്രാർത്ഥിക്കുന്നത് നമ്മളോട് ഒരാൾ ശ്രദ്ധിച്ചാണ്. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ നാളത്തെ പ്രിയ സഭാമക്കളുടെ ആഗ്രഹവും പ്രാർത്ഥനയുമാണ്, അവരുടെ സ്വന്തമായ ഒരു പരിശ്രമമാണ് ഈ ഭവനത്തിൻ്റെ പണികൾ, പുനരുദ്ധാരണ പണികൾ എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യുവാൻ ഇടയായി തീർന്നു. നമുക്ക് ഒരുമിച്ച് വന്ന് ഇത് പ്രതിഷ്ഠിക്കാനായിട്ട് ഇടയായി തീർന്നു. പല കാലഘട്ടങ്ങളിൽ ചെറിയ ചെറിയ തോതിലുള്ള വീടുകളും അതുപോലെ എന്താ വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ഏതാണ്ട് കുറേ നാളത്തേക്ക് ഇനി
റിപ്പയർ വേണ്ടാത്ത രീതിയിൽ ഭംഗിയായിട്ട് ചെയ്യുവാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ട ജോൺസൺ സാറിനും അലി സാൻഡിക്കും അതുപോലെ തന്നെ സഭയുടെ സഹോദരക്കാർക്കും പ്രിയ അച്ഛനോട് ചേർന്ന് ചെയ്യുവാനായിട്ട് ഇടയാക്കിയിരിക്കുന്നു. ഇതിന് പിന്നിൽ അധ്വാനിച്ച എല്ലാവർക്കുമായി, സംഭാവന ചെയ്ത എല്ലാവർക്കുമായി എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയും ചെയ്യുന്നു. ഇവിടെ താമസിച്ച് ഏറ്റവും അനുഗ്രഹമായ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം അവരെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം ഒരു പക്ഷേ ശ്രദ്ധിച്ചാൽ പ്രത്യേകിച്ച് ഫിലിപ്പിയായി നമ്മൾ വായിച്ചു കേട്ടു. അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവിൽ ഇപ്പോൾ സന്തോഷിപ്പീൻ ഞാൻ പിന്നെയും പറയുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ട വാക്യമാണ്, വാചകങ്ങളാണ്. പ്രത്യേകിച്ച് ഭവന പ്രതിഷ്ഠകളിൽ നമ്മൾ വായിക്കുന്ന വേദഭാഗം കൂടെയാണ്. പ്രത്യേകമായി ഒരു ഭവനം നമ്മൾ ഇതുവരെ നമ്മളൊരു ഒരു സാധാരണ ഒരു ഭവനമാണ്. കാരണം അത് ഇവിടെ ശുശ്രൂഷ താമസിച്ചിരുന്നുവെങ്കിലും അതിൻ്റെ പുനരുദ്ധാരണ ജോലികൾ മൂലം ഇതൊരു സാധാരണ വീടായിട്ട് മാറി. എന്നാൽ ഇന്ന് അതൊരു ദൈവഭവനമായിട്ട് നമ്മൾ വേർതിരിച്ചു. ദൈവനാമത്തിൽ ഇത് പ്രതിഷ്ഠിച്ച് വേർതിരിച്ചപ്പോൾ ഒരു ദൈവഭവനമാണ്. ഒരു ഭവനം ദൈവഭവനമായി നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന് ചില ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈ ഭവനത്തിൽ താമസിക്കുന്നവർ ദൈവ ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കണം, ദൈവ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കണം, ദൈവപക്ഷം ചേർന്ന് നടക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന്, ഈ ഭവനത്തിൽ നിന്നും ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിഗീതങ്ങൾ രാവിലെയും വൈകുന്നേരം ഉയരണം എന്നുള്ളതാണ്. മറ്റൊന്ന്, ദൈവത്തിൻ്റെ വിശുദ്ധ വചനങ്ങൾ ഇവിടെ ഈ ഭവനത്തിൽ വായിച്ച് കേൾക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തോടുള്ള പ്രാർത്ഥനാ ശബ്ദം ഈ ഭവനത്തിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, ഈ ദേശത്തിന് ഇടവയ്ക്ക് വേണ്ടി മാത്രമല്ല, ദേശത്തിന് ആകമാനമുള്ള പ്രാർത്ഥനകൾ ഈ ഭവനത്തിൽ നിന്ന് ഉയരണം. അങ്ങനെ ഈ ഭവനം എന്നെന്നും ദൈവഭവനമായിട്ട് നിലനിൽക്കേണ്ടതാണ്. ഉണ്ട് സന്തോഷിപ്പീൻ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ശുശ്രൂഷരാകും, നമുക്ക് മിഷന്മാരാകും, നമുക്ക് പലതരത്തിലായ സന്തോഷത്തിന് വകയില്ലാത്ത ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. എന്നാൽ അതിനെല്ലാം അപ്പുറമായി അതിന് മുകളിൽ ദൈവിക സന്തോഷവും സമാധാനവും എടുക്കാൻ നമുക്കിടയായി തീരണം. അതിന് ഇവിടെ പാർക്കുന്നവർക്കിടയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം ഈ കാര്യങ്ങളൊക്കെ നേരത്തെ പറയുകയും ക്രമീകരിക്കുകയും ചെയ്തതിന് പ്രത്യേകിച്ച് പ്രിയ ജോൺസൺ സാറിനോടും ജോസഫ് എബ്രഹാം അച്ഛനോടും സഭയുടെ ചുമതലക്കാരോടുള്ള പ്രത്യേകമായ നന്ദി സ്നേഹസമയത്ത് അറിയിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ പള്ളിയിൽ വെച്ച് പറയാൻ സാധിക്കുമല്ലോ. ബഹുമാനായ നമ്മുടെ ഡയസിസൻ ഓഫീസേഴ്സ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ശുശ്രൂഷകർ വന്നിട്ടുണ്ട്, മിഷൻ്റെ ചുമതലക്കാർ വന്നിട്ടുണ്ട്. ഏറ്റവും സന്തോഷകരമായി നമ്മുടെ സെമിനാരിയിലെ നമ്മുടെ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശീലനം നേടുന്ന വിദ്യാർത്ഥികൾ അവരോടൊപ്പവും നമുക്ക് ഈ ശുശ്രൂഷ പങ്കുചേരാൻ ഇടയായിരുന്നു. ഇത് നമ്മളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കുമ്പോഴാണ്. പിന്നെ നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലയിലാണ് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ടൊരു ദൈവസന്ധിയിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തന്നിൽ ആശ്രയിക്കുന്ന എല്ലാവരുടെയും സംരക്ഷകനായ ഞങ്ങളുടെ ദൈവമേ, ഇവിടെ പാർക്കുന്ന എല്ലാവരെയും അവിടുത്തെ ചിറകിൻ കീഴിൽ മറച്ചുകൊള്ളണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. എല്ലാ പരീക്ഷകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അവരെ അവിടുന്ന് കാത്തുകൊള്ളണമേ. നിന്റെ സമൃദ്ധിയിൽ നിന്ന് അവിടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കണമേ. ക്രിസ്തുവിൻ സ്നേഹം അവിടെ ഹൃദയങ്ങളിൽ ധാരാളമായി വസിക്കുകയും അവർ ചെയ്യുന്നതിലെല്ലാം അവിടുത്തെ ആത്മാവിനാൽ അവർ നയിക്കപ്പെടുകയും ചെയ്യണമേ. അവിടെ ധനത്തിന്റെ എല്ലാ വിനിയോഗവും അവിടുത്തെ മഹത്വത്തിനും നീതിയുടെ പരിപാലനത്തിനുമായിരിക്കണമേ. നിന്റെ രക്ഷയിൽ അവരെന്നും സന്തോഷിക്കുമാറാകണമെന്നും നിന്റെ രാജ്യത്തിലെ സകല വിശുദ്ധന്മാരോടുകൂടെ അവരെ പങ്കുകാരാക്കണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സർവശക്തനായ ദൈവമേ, നിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ടല്ലോ. നിന്നെ സ്നേഹിക്കുന്നവർക്കായി നീ ഒരുക്കിയിട്ടുള്ള ഭവനത്തിൽ ഞങ്ങൾ വരുവരെയും നിന്റെ സേവയ്ക്കായി ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സ്നേഹത്താൽ അന്യോന്യം സേവിക്കേണ്ടതിനും നിന്റെ സംരക്ഷണത്താൽ ഞങ്ങളുടെ വാസസ്ഥലങ്ങളെ വലയം ചെയ്തുകൊള്ളണമെന്നും യേശുമിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. തുടർന്നും നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യരെ കുടുംബങ്ങളായി വസിക്കുമാറാക്കുന്ന ദൈവമേ, ഈ ഭവനത്തിൽ ഓരോ കാലത്ത് കൂട്ടായ്മയിൽ വസിക്കുവാനുള്ളവർക്ക് നിന്റെ കൃപ നൽകണമേ. സ്നേഹത്തിന്റെ ആത്മാവും ക്രിസ്തുവിന്റെ സമാധാനവും അവിടെ ഹൃദയങ്ങളിലും ഈ ഭവനത്തിലും വാഴുമാറാക്കണമേ. അവർ ചെയ്യുന്നതിലൊക്കെയും നിന്റെ നാമത്തെ മുഖത്തപ്പെടുത്തേണ്ടതിന് അവർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടായിരിക്കുമാറാകട്ടെ. കരുണയുള്ള ദൈവമേ, ഈ ഭവനത്തെയും ഇതിലുള്ളവരെയും അനുഗ്രഹിക്കുകയും ദുഷ്ടനായവനിൽ നിന്നും ദൂഷമനുഷ്യരിൽ നിന്നും ഇവരെ കാത്തു സൂക്ഷിക്കുകയും അതത് കാലത്തേക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും സ്നേഹം, സമാധാനം, ഐക്യം, ആത്മശരീരങ്ങൾ, ആരോഗ്യം എന്നിവ നൽകി വർദ്ധിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭവനം ദൂതന്മാരാൽ അനുഗ്രഹിക്കപ്പെട്ടു. ദൂതന്മാരുടെ കർത്താവിനാൽ സക്കായുടെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. നിന്റെ മക്കളിൽ നിന്ന് പ്രവേശിച്ചിരിക്കുന്ന ഈ ഭവനത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ
ത്രിയേക ദൈവം വസിക്കുകയും ഇത് നീതിമാന്മാരുടെ തലമുറയിൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. സകല നീതിയുടെ ശത്രുവായ സാത്താനെ ഈ ഭവൻ നാട്ടിക്കളയണമേ. അവനിതിൽ പ്രവേശിക്കുകയോ പ്രബലപ്പെടുകയോ ചെയ്യരുതേ. ഇതിന്റെ അടിസ്ഥാനം വിശ്വാസത്തിന്റെ പാറമേൽ ഉറപ്പിക്കുകയും ഇതിൽ നിത്യജീവൻ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. ഈ ഭവനത്തിലെ പൈതങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്നെ കുറിച്ചുള്ള സ്നേഹത്തിലും ഭയത്തിലും അവർ വളരുകയും വളർത്തപ്പെടുകയും ചെയ്യുമാറാകണമേ. സ്നാപനത്തിൽ മെസ്സിഹായുടെ അവയവങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശവുമായി തീർന്നവർ നിന്റെ രാജ്യത്തിൽ വന്നെത്തുവാനും പരിശുദ്ധാത്മാവിൽ അധികം വധിച്ചു പെരുമാറാകണമേ. നിന്റെ മക്കളുടെ നമ്മുടെ സന്തോഷവും കളങ്കമറ്റ സ്നേഹവും സമാധാനശീലവും ഈ ഭാവത്തെ സർവ്വതുല്യമാക്കി തീർക്കണമേ. യേശു മിശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാൻ. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ഭവനം പ്രത്യേകമായി ഇവിടെ താമസം ശുശ്രൂഷയ്ക്കായിട്ട് വരുന്ന പ്രിയമക്കളുണ്ടായി ശുശ്രൂഷ അധിവാസനായി പ്രതിഷ്ഠിച്ചല്ലോ. നമുക്ക് നമ്മുടെ രാജ്യത്തിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം, എല്ലാ ഭവനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. ഒരു സമൂഹത്തിലെ ഏറ്റവും ചെറിയ ഘടകമായിരിക്കുന്നുവല്ലോ കുടുംബം, ഒരു ഭവനം എന്ന് പറയും. സമൂഹത്തിൽ ആളുകൾ ഇറങ്ങുന്നത് ഭവനങ്ങളിൽ നിന്നാണ്. അതിനാൽ നമ്മുടെ രാജ്യം ഏറ്റവും നല്ല രീതിയിൽ അഭിവൃദ്ധി പ്രാപിക്കണമെങ്കിൽ, നല്ല മനുഷ്യരെ കൊണ്ട് തിരയണമെങ്കിൽ കുടുംബങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന ആളുകൾ വളർത്തിവിടുന്ന മക്കൾ ഒക്കെ നല്ലവരായിത്തീരും. അതിനാൽ നല്ല കുടുംബങ്ങളായിട്ട് വ്യക്തികളായിട്ട് നമ്മുടെ കുടുംബങ്ങൾ ആയിത്തീരുവാൻ, ഒരു വസിക്കുന്ന ഇടമായി തീരുവാൻ എല്ലാ കുടുംബങ്ങളെയും കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം അനുഗ്രഹം ഉണ്ടായിരിക്കണമേ എന്ന് നമുക്ക് ഈ സമയത്ത് ഓർക്കാം. എല്ലാ കുടുംബങ്ങളെയും, എല്ലാ പ്രത്യേക കുടുംബങ്ങളെയും, പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശത്തുള്ള ഈ ചുരക്കട്ടം പ്രദേശത്തുള്ള എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് സ്നേഹമുള്ള പിതാവേ, ഈ രാജ്യത്തുള്ള എല്ലാ കുടുംബങ്ങളുമേലും അങ്ങയുടെ അനുഗ്രഹം പകരണമേ. കർത്താവിന്റെ രക്ഷിതാവായ യേശു മിശിഹ നായകനായ എല്ലാ കുടുംബങ്ങളെയും ഭരിച്ച് നടത്തണമേ. കുഞ്ഞുങ്ങളുടെ പരിശീലനത്തിൽ എല്ലാ മാതാപിതാക്കളെയും ഉപദേഷ്ടാക്കളെയും കൃപയിൽ ശക്തീകരിക്കണമേ. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും ആത്മാവിനെ എല്ലാവരുടെ പേരും പകരണമേ. അങ്ങയുടെ പ്രമാണങ്ങൾ അനുസരിച്ച് ഞങ്ങളുടെ ജീവിതവും പ്രവർത്തനം ക്രമപ്പെടുത്തുവാൻ സഹായിക്കണമേ. കുടുംബങ്ങളുടെ ക്രിസ്തീയ സാക്ഷ്യം മൂലം അങ്ങയുടെ നാമം മഹത്വപ്പെടുവാനും അവിടുത്തെ സഭയ്ക്ക് ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകുവാനും അങ്ങയുടെ രാജ്യം വളരുവാനും കൃപ നൽകണമെന്ന് നസറത്തിലെ ഭവനത്തിന് അനുഗ്രഹമായിരുന്ന യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ചേർന്ന ഒരു കീർത്തനമോ ഗീതമോ പാട്ട് പാടുന്ന സമയത്ത് സ്തോത്രാഴ്ച സമർപ്പിക്കപ്പെടുന്നതാണ്. ഒരുങ്ങി വന്നിട്ടുള്ളവർക്ക് അതിൽ പങ്കുചേരാമെന്നാണ് കൃത്യമായിട്ട് ഓർപ്പിക്കുന്നു. ഗീതം 350 ഗീതത്തിന്റെ ചരണങ്ങൾ പാടി നമുക്ക് സ്തോത്രാഴ്ച നമുക്ക് സ്വീകരിക്കാം. ഒരുങ്ങി വന്നിട്ടുള്ളവർക്ക് സ്തോത്രാഴ്ച സമർപ്പണത്തിൽ പങ്കുചേരാമെന്ന് കൃത്യമായിട്ട് ഓർപ്പിക്കുന്നു. അതിനുശേഷം പ്രാർത്ഥിച്ച് ഇവിടെ ആസ്വാദം പറഞ്ഞതിന് ശേഷം ദേവാലയത്തിലേക്ക് നമ്മൾ പോകുന്നു. അവിടെ ഇരുന്ന് നമ്മൾ ആശംസകളൊക്കെ പറയാനുള്ള അവസരം ഉണ്ട് എന്ന് കൃത്യമായിട്ട് ഓർപ്പിക്കട്ടെ. സ്തോത്രമേശോവേ, സ്തോത്രമേശോവേ, നിന്നെ മാത്രം നന്ദിയോടെയെന്നു വാഴ്ത്തിപ്പാടും ഞാൻ. നിന്നെ മാത്രം നന്ദിയോടെയെന്നു വാഴ്ത്തിപ്പാടും ഞാൻ. ദാസനാമെന്റെ ദാസമകറ്റാൻ നാരാപേക്ഷമായ വാചാദരേ നാരാപേക്ഷമായ വാചാദരേ പാപത്തിനോടെ ശാപശിക്ഷയാ ദേവകോപത്തിൽ ജീവാ
നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ദൈവം അർപ്പിച്ചിരിക്കുന്ന ഈ സ്തോത്രകാഴ്ച ഇതോടൊപ്പം നമ്മളെ തന്നെയും ദൈവം സമർപ്പിച്ചിട്ട് നമുക്ക് സമയത്ത് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ജോൺസൺ സാർ. സകലത്തിന്റെയും സൃഷ്ടികർത്താവും പരിപാലനമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല നിമിഷത്തിനായ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുമേനിലൂടെ കർത്താവേ ഞങ്ങളുടെ മിഷനെ പ്രതിഷ്ഠിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിച്ചനായ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അർപ്പിച്ചതായ ദാനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അതെല്ലാം ദൈവനാമത്തിനായി തീരുമാനം സഹായിക്കണം. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിനെ അപേക്ഷിക്കുന്ന പിതാവേ, ദൈവത്തോട് കേൾക്കണമേ. ആശീർവാദം. പ്രിയ സഹോദരങ്ങളെ, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. തീതിനെ ഉയർത്തുന്നതിനോട് പറ്റിക്കൊള്ളുവീൻ. സഹോദരപ്രീതിയിൽ സ്ഥായിപ്പോണ്ട് ബഹുമാനിക്കുന്ന അധ്യാപനം മുന്നിട്ട് കൊള്ളുവീൻ. ആശയിൽ സന്തോഷിക്കുവീൻ. കർഷകർ സഹിഷ്ണുത കാണിക്കുവീൻ. പ്രാർത്ഥനയിൽ ഉച്ചരിക്കുവീൻ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാം. സകല മനുഷ്യരോടും സമാധാനം ആചരിക്കുവീൻ. ഇങ്ങനെ പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഭവനം ദേവാലയമൊക്കെ പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മളത് പ്രതിഷ്ഠാപത്രം വായിച്ചപ്പോൾ എനിക്ക് താക്കോലും അതിൻ്റെ പ്രതിഷ്ഠാപത്രം നൽകി. അതിൻ്റെ അർത്ഥം ഇത് ഡയസിന്റെ ഇതായി തീർന്നിരിക്കുകയാണ്. പക്ഷേ രാവിലെ അവിടെ നിന്ന് ഇവിടെ വന്ന് വാതിൽ തുറക്കുകയും താമസിക്കുക രാവിലെ വൈകുന്നേരം പിന്നെയും കൂട്ടൊക്കെ ചെയ്യാൻ ഞാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് നിന്റെ ഇപ്പൊ താമസിക്കുന്നവിടെ ഓക്കെ. നമ്മളിപ്പോൾ ദേവാലയത്തിൽ പോയിട്ട് നമ്മൾ ഒരു ആശംസകളൊക്കെ പറയാനുള്ള പാലിപ്പോൾ ഇവിടെ ഉണ്ട്. അതിപ്പോൾ കഴിച്ചു